വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് എഞ്ചിനീയറിംഗ് ജിയോളജി. ഫസ്റ്റ് മോഡ്യൂളാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Geological classification of soil. Based on the weather, the soil are found over and above the rocks from which these are derived or transported far away from the place of formation. Soil may be classified into two types. സോയിൽ വെതറിങ് സംഭവിച്ച് സോയിൽ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സോയിൽ റോക്സിൻ്റെ പുറത്ത് തന്നെ കിടക്കും, അതായത് പാരൻറ്റ് റോക്കിൻ്റെ പുറത്ത് തന്നെ കിടക്കും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ട്രാൻസ്പോർട്ടഡ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് സോയിലിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. റെസിഡ്യുവൽ സോയിൽ ആൻഡ് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് സോയിലിനെ ക്ലാസിഫൈ ചെയ്യും. First one, residual soil. So, soil which get deposited at the site of their formation itself or has suffered very little transportation are called residual soil. അതായത് സോയിൽ ഫോർമേഷൻ നടന്നതിന് ശേഷം, വെതറിങ് കഴിഞ്ഞതിന് ശേഷം പാരൻറ്റ് റോക്കിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്ന സോയിലിനെയാണ് റെസിഡ്യുവൽ സോയിൽ എന്ന് പറയുന്നത്. അതായത് അത് ട്രാൻസ്പോർട്ടഡ് ആവുന്നില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ മാത്രമേ അവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ അതിനെയാണ് റെസിഡ്യുവൽ സോയിൽ എന്ന് പറയുന്നത്. ദീസ് സോയിൽസ് ജനറലി ഷോ നോ സ്ട്രാറ്റിഫിക്കേഷൻ പ്രോപ്പർട്ടി റെസിഡ്യുവൽ സോയിൽസ് കാണിക്കാറില്ല. അതുപോലെ ബട്ട് വുഡ് ഷോ വെൽ ഡിസ്റ്റിങ്വിഷ്ഡ് ഹൊറൈസൺസ് ഓഫ് സോയിൽ പ്രൊഫൈൽ. സോയിൽ പ്രൊഫൈലിലെ ഹൊറൈസൺസ് നമുക്ക് വെൽ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ട്, അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് റെസിഡ്യുവൽ സോയിൽ. പക്ഷേ നോ സ്ട്രാറ്റിഫിക്കേഷൻസ് ഒന്നും കാണിക്കുന്നില്ല. Depending on climate, lithology, topography and the extent of time for which the soil formation processes has been operative in that region, the thickness of soil varies from place to place. ഇതിനെ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്ത് സോയിലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് റെസിഡ്യുവൽ സോയിലിന് എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ള ഫിഗറാണ്. ഓക്കെ, അപ്പോൾ റെസിഡ്യുവൽ സോയിലിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ലൈമറ്റിക് കണ്ടീഷനും അതുപോലെ പാരൻറ്റ് റോക്കിനെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി റെസിഡ്യുവൽ സോയിൽ ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി പാരൻറ്റ് റോക്ക് ആൻഡ് ദി ട്രെൻഡ് ഓഫ് കെമിക്കൽ ആക്ടിവിറ്റി ആർ ഡിറ്റർമൈൻഡ് ബൈ ക്ലൈമറ്റ് ഓഫ് ദി ഏരിയ. ആ സോയിലിൻ്റെ കെമിക്കൽ ആക്ടിവിറ്റിയും കെമിക്കൽ കോമ്പോസിഷൻ എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ ക്ലൈമറ്റ് കൂടെ കൊണ്ടാണ്. ഓക്കെ, റെസിഡ്യുവൽ സോയിൽ ഇൻ കോൾഡ് ക്ലൈമറ്റ് ആർ റിച്ച് ഇൻ ഹ്യൂംസ്. കോൾഡ് ക്ലൈമറ്റിലുള്ള റെസിഡ്യുവൽ സോയിലിന് ഹ്യൂംസ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ദ ഡീപ്പ് റെസിഡ്യുവൽ സോയിൽസ് ആർ ഹൈലി ലീച്ച്ഡ്. ഡീപ്പ് റെസിഡ്യുവൽ സോയിലിന് ഇൻഡെപ്ത് ഉള്ള റെസിഡ്യുവൽ സോയിൽസിന് എന്താണ്? ഹൈലി ലീച്ച്ഡ് ആയിട്ടുള്ള സോയിലായിരിക്കും അതുപോലെ അത് ഇൻഫെർട്ടൈൽ ആയിരിക്കും. അതായത് പ്ലാന്റ് ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റെസിഡ്യുവൽ സോയിൽസിൽ നടക്കില്ല. റെസിഡ്യുവൽ സോയിലിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? റെഡ് ആൻഡ് ബ്ലാക്ക് സോയിൽ. റെഡ് സോയിലും ബ്ലാക്ക് സോയിലുമാണ് റെസിഡ്യുവൽ സോയിലിന് എക്സാമ്പിൾ കാണാതെ പഠിച്ചു വയ്ക്കണം. ഓക്കെ, the next one is transported soil. These soils are deposited far away from their parent rock. അതായത് പാരൻറ്റ് റോക്കിൻ്റെ അവിടെ നിന്ന് വെതറിങ് സംഭവിച്ചിട്ട് ഏതെങ്കിലും ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഏജൻറ്റ് വഴി, അത് നാച്ചുറൽ ഏജൻറ്റ് വഴി അത് ട്രാൻസ്പോർട്ടഡ് ആയി കഴിഞ്ഞു. അങ്ങനെയുള്ള സോയിലിനെയാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. അതായത് പാരൻറ്റ് റോക്കിൻ്റെ അടുത്ത് നിന്ന് ട്രാൻസ്പോർട്ടഡായി എങ്ങോട്ടെങ്കിലും പോകുന്ന സോയിൽ, അതിനെയാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. They drift from the place of origin to the site of deposition by means of various geological agents. അതായത് വേരിയസ് ജിയോളജിക്കൽ ഏജൻറ്റ്സ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഏജൻറ്റ്? ഒന്ന് ഗ്രാവിറ്റി, സ്ലോപ്പ് ഓഫ് ദി ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാവിറ്റി കൊണ്ടാണ് സ്ലോപ്പ് ചെയ്യുന്നത്, താഴോട്ട് വരുന്നത്. ദെൻ റിവർ ഉണ്ട്, ഗ്ലേസിയേഴ്സ് ഉണ്ട്, അതുപോലെ വിൻഡ്, ലേക്ക്, മറൈൻ ആക്ടിവിറ്റീസ്, അങ്ങനെ ഇതുപോലെ പല പല കാരണങ്ങളുണ്ട് സോയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ടഡായി പോകാറുണ്ട്. These soils are classified on the basis of
many agents involved in their transport and deposition and are grouped into colluvial soil, alluvial soil, glacial soil, alline soil, lacustrine soil. ഇങ്ങനെ 5 ട്രാൻസ്പോർട്ടഡ് സോയിലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിസിൽ? ട്രാൻസ്പോർട്ടിംഗ് ഏജൻസിൻ്റെ ബേസിസിൽ ട്രാൻസ്പോർട്ടഡ് സോയിലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് റെസിഡ്യൂവൽ സോയിലും ട്രാൻസ്പോർട്ടഡ് സോയിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. First one, colluvial soil. These soils are formed from the rock material that accumulate at or near the base of the steep mountain by the action of gravity. ഗ്രാവിറ്റിയുടെ ആക്ഷൻ വഴി ഉണ്ടാവുന്ന സോയിലാണ് എന്തെന്ന് പറയുന്നത്? കൊളൂവിയൽ സോയിൽ. അതായത് പാരൻ റോക്കിൽ നിന്ന് സ്ലോപ്സ് വഴി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം സോയിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകും. സോ അതിനെയാണ് കൊളൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ കൊളൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ദേ ആർ സ്റ്റോണി ഇൻ നേച്ചറാണ്. വെരി ഫ്യൂ മൗണ്ടൻ പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഓൺ ഇറ്റ്. കൊളൂവിയൽ സോയിലിൽ വളരെ കുറച്ച് മൗണ്ടൻ പ്ലാന്റ്സിന് മാത്രമേ ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൊളൂവിയൽ സോയിലിൻ്റെ എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ള ഫിഗറിൽ. Next one, alluvial soil. These soils are formed by the action of rivers and are confined to river basin. അതായത് റിവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലിനെയാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അത് റിവർ ബേസിനിലായിരിക്കും മിക്കവാറും കാണുന്നത്. ഓക്കെ, ദീസ് സോയിൽ ആർ വെരി ഫെർട്ടൈൽ സോയിലാണ്. റിവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. Indo-Gangetic alluvial plains belong to this type. Indo-Gangetic alluvial plainലായിരിക്കും ഈ സോയിൽ കാണുന്നത്. These are made up of fine material and are clearly stratified. ഫൈൻ ആയിരിക്കും, അതുപോലെ ക്ലിയർലി സ്ട്രാറ്റിഫൈഡ് ആയ സോയിലായിരിക്കും alluvial soil. These soils are very fertile due to negligible leaching and heterogeneous നേച്ചർ കൊണ്ടും ലീച്ചിങ് സംഭവിക്കാത്തത് കൊണ്ടും സോയിൽ വളരെ ഫെർട്ടൈൽ ആയിരിക്കും. ഓക്കെ, അലൂവിയൽ സോയിലിന് എക്സാമ്പിളാണ് റിവർ ബേസിനിൽ സോയിൽ വന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കുന്ന ഫിഗറാണ് ഇത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്ലേസിയൽ സോയിൽ. ഗ്ലേസിയൽ സോയിൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗ്ലേഷ്യൽ ആക്ഷൻ വഴിയായിരിക്കും സോയിൽ ട്രാൻസ്പോർട്ടഡ് ആകുന്നത്. ഓക്കെ, റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് വിച്ച് ആർ ഫോംഡ് അണ്ടർ ദി ഗ്ലേഷ്യൽ ആക്ഷൻ ഷോ ആംഗുലാരിറ്റി ആൻഡ് സ്ട്രയേഷൻസ്. ഗ്ലേഷ്യൽ ആക്ഷൻ വഴി ഉണ്ടാകുന്ന റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് ആംഗുലാരിറ്റി പ്രോപ്പർട്ടി കാണിക്കും വിത്ത് സ്ട്രയേഷൻസ്. ദീസ് സോയിൽസ് ആർ നോട്ട് ഫെർട്ടൈൽ. ഗ്ലേഷ്യൽ സോയിൽ എന്ന് പറയുന്നത് ഫെർട്ടൈൽ സോയിൽ ആയിരിക്കത്തില്ല. ഓക്കെ, ഇത് ഗ്ലേഷ്യൽ സോയിലിന് എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ള ഫിഗറാണ്. നെക്സ്റ്റ് വൺ, എയർലൈൻ സോയിൽ. Wind is a very active agent for transport of dust, silt and sand grade particles. സോ വിൻഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലിനെയാണ് നമ്മൾ എയർലൈൻ സോയിൽ എന്ന് പറയുന്നത്. ദി സോയിൽസ് ആർ ഫോം ഡ്യൂ ടു വിൻഡ് ആക്ഷൻ. ദീസ് കൺസിസ്റ്റ് മെയിൻലി ഓഫ് സിൽറ്റ് ആൻഡ് ക്ലേ. എയർലൈൻ സോയിൽ എന്ന് പറയുന്നത് സിൽറ്റും ക്ലേയും ആയിരിക്കും അതിൽ വരുന്നത്. സം ആർ ഫെർട്ടൈൽ. ചിലത് ഫെർട്ടൈൽ ആയിരിക്കും. ലോയിസിനാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാക്രിസ്റ്റൈൻ സോയിൽ. These soils are formed from the accumulation of debris in lakes and other bodies of standing water. ലേക്സിൽ ഡീബ്രീസ് ഒക്കെ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന സോയിലിനെയാണ് ലാക്രിസ്റ്റൈൻ സോയിൽ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും? റിച്ച് ഇൻ ഓർഗാനിക് മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓഫൺ ക്ലാസ്ഡ് അമിങ് ദി ഓർഗാനിക് സോയിൽ. ഓർഗാനിക് സോയിലിൻ്റെ ക്ലാസ്സിലായിരിക്കും ലാക്രിസ്റ്റൈൻ സോയിലിനെ
അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ. കാശ്മീരിലൊക്കെ സാഫ്രൻ ക്രോപ്സ്, അതായത് ലാക്കസ്ട്രെയിൻ നേച്ചറിലുള്ള സാഫ്രൻ ക്രോപ്പ് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സാഫ്രൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ. സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ടൈപ്സ് എല്ലാം പഠിച്ചു വയ്ക്കണം. ഓക്കെ. അപ്പോൾ സോയിൽ ഇറോഷൻ എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം. സോയിൽ ഇറോഷൻ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്നത് ആണ്. ഓക്കെ. അപ്പോൾ ദ റിമൂവൽ ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ബൈ ദ നാച്ചുറൽ ഏജൻറ്റ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ലൈക്ക് വിൻഡ്, വാട്ടർ ആൻഡ് ഐസ് ഈസ് കോൾഡ് സോയിൽ ഇറോഷൻ. നാച്ചുറൽ ഏജൻറ്റ്സ് സോയിലിനെ ഡിസ്പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ സോയിലിനെ മൂവ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സോയിൽ ഇറോഷൻ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ടൈപ്പ് സോയിൽ ഇറോഷനുണ്ട്. ഒന്ന് ഷീറ്റ് ഇറോഷനും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗള്ളി ഇറോഷനും. ഷീറ്റ് ഇറോഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സോയിലിൽ മഴ പെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ സ്ലോപ്പി ഏരിയാസിലൊക്കെ മഴ പെയ്യുമ്പോൾ ആണ് അവിടെ ഷീറ്റ് ഇറോഷൻ ഉണ്ടാകുന്നത്. ഓക്കെ. ആർട്ടിഫിഷ്യൽ സ്ലോപ്സിലൊക്കെ മഴ പെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇറോഷനെയാണ് എന്താണ്? ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. സോ സോയിൽ പാർട്ടിക്കിൾസ് ലൂസാകും. അതുപോലെ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ലൂസായ സോയിൽ പാർട്ടിക്കിൾസ് ഒഴുകിപ്പോവുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. റെയിൻഫോൾ ഓൺ ആൻ ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് സോയിൽ, എസ്പെഷ്യലി ഓൺ ജെന്റ്ലി സ്ലോപ്പിംഗ് ഫീൽഡ്സ്, generally resulted in sheet erosion. In this process, many soil grains are pounded loose and made free to float away during the initial stage of rainfall. റെയിൻഫോൾ തുടങ്ങുമ്പോൾ തന്നെ എന്താണ്? ലൂസ് ആവുകയും അത് അവിടെ നിന്ന് ഒഴുകിപ്പോവാൻ തുടങ്ങുക ചെയ്യും. സെക്കൻഡ് പോയിന്റിൽ എന്താണ് പറയുന്നത്? ദിസ് പ്രോസസ് സ്റ്റാർട്ട് സൈമൾട്ടേനിയസ്ലി ഓവർ എ ലാർജ് ഏരിയ സോ ദാറ്റ് ആഫ്റ്റർ സം ടൈം ഡ്യൂറിങ് ദ റെയിൻസ് എ ഹ്യൂജ് തിക്ക് ഷീറ്റ് ഓഫ് വാട്ടർ flows down the slope and hence it causes erosion of this top soil. വാട്ടർ ഇതുപോലെ സൈമൾട്ടേനിയസ്ലി ഓവർ എ ലാർജ് ഏരിയയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്? വാട്ടർ സ്ലോപ്പി ഏരിയാസിൽ കൂടെ തിക്ക് ഷീറ്റായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോവും. അങ്ങനെ പോകുമ്പോൾ എന്താണ്? അതിൻ്റെ ടോപ്പ് സോയിൽ സ്കിം ചെയ്യും. അതായത് ടോപ്പ് സോയിൽ ഒലിച്ച് അതിൻ്റെ കൂടെ അങ്ങ് പോകും. അതിനാണ് യൂണിഫോം സ്കിമ്മിങ് ഓഫ് ടോപ്പ് സോയിൽ എന്ന് പറഞ്ഞത്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ലെയറിൽ നിന്ന് ഇളകിപ്പോവുക അല്ലെങ്കിൽ അത് ഒലിച്ച് പോവുക. അതിനാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? ടോപ്പ് സോയിൽ അങ്ങ് ഒലിച്ച് പൊയ്ക്കൊണ്ടേ ഇരിക്കും. ഓക്കെ. The sheet erosion has been described as dangerous because this erosion cannot recognized easily and thus it may continue for years without being realized. ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്. എന്തുകൊണ്ടാണ്? ഈ യൂണിഫോം സ്കിമ്മിങ് നടക്കുമ്പോൾ പുറത്ത് ടോപ്പ് ലെയറിൽ നിന്ന് സോയിൽ പോയിട്ടുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റില്ല. അപ്പോൾ ഓവർ ഇയേഴ്സ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരിക്കും, കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത്. ചിലപ്പോൾ മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ അവിടെ വലിയ അപകടം സംഭവിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ ഗള്ളി ഇറോഷൻ. ഗള്ളിങ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഷീറ്റ് ഇറോഷൻ. ഷീറ്റ് ഇറോഷൻ്റെ കോൺസിക്വൻസ് ആയിട്ട്, അതായത് അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഷീറ്റ് ഇറോഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഇറോഷനാണ് ഗള്ളി ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ. യൂണിഫോം ഷീറ്റ് ഇറോഷൻ over any surface for long period is impossible even on perfectly smooth surface because neither the flow velocity over the either surface could be uniform nor the surface could be absolutely perfect. അതായത് ഒരു സർഫസിൽ കൂടെയുള്ള യൂണിഫോം ഷീറ്റ് ഇറോഷൻ ഇമ്പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ്? ആ സർഫസ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം എന്നുമില്ല, അവിടുത്തെ വെലോസിറ്റി എപ്പോഴും യൂണിഫോം ആയിരിക്കണം എന്നുമില്ല. അപ്പോൾ നമുക്ക് ഷീറ്റ് ഇറോഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനുള്ള ചാൻസും അവിടെ എന്താണ്? കുറവാണ്. ഹെൻസ് റേറ്റ് ഓഫ് ഇറോഷൻ അലോങ് ഡിഫറെൻറ്റ് പാത്ത് വുഡ് ബി ഡിഫറെൻറ്റ്, ക്രിയേറ്റിംഗ് കണ്ടീഷൻസ് ഫോർ എക്സസീവ് കോൺസെൻട്രേറ്റഡ് ഇറോഷൻ അലോങ് സെയിം പാത്ത്. സോ അപ്പോൾ റേറ്റ് ഓഫ് ഇറോഷൻ അലോങ് ഡിഫറെൻറ്റ് പാത്ത് വുഡ് ബി ഡിഫറെൻറ്റ്. അതായത് ഓരോ പാത്തിൽ കൂടെയുള്ള റേറ്റ് ഓഫ് ഇറോഷൻ എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. These paths of excessive erosion eventually develop into gullies with the
പാസേജ് ഓഫ് ടൈം. സോ ഇവൻച്വലി ഈ പാത്തല്ല, ഈ ഓരോ ഇതിൽ വരുന്ന ഓരോ ഇറോഷൻ, ഓരോ പാത്തിൽ ഓരോ റേറ്റ് ആണെന്നല്ലേ പറഞ്ഞത്. സോ അത് ഇവൻച്വലി അതിനെ ഗള്ളി ഇറോഷൻ എന്ന് പറയും. ഗള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മലയിടുക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള സംഭവങ്ങളാണ് പറയുന്നത്. അതായത് ഒരു ഡിഫറെൻറ്റ് പാത്ത്, ഓരോ സ്ഥലത്തുള്ള ഇറോഷൻ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാകാൻ പറ്റും എന്നാണ് ഗള്ളി ഇറോഷനിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കോസസ് ഓഫ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമുക്ക് ആക്ച്വലി അറിയാം എന്തുകൊണ്ടാണ് സോയിൽ ഇറോഷൻ ഉണ്ടാകുന്നത്. മഴ, അതുപോലെ വിൻഡ്, അതുപോലെ ഡീഫോറസ്റ്റേഷൻ, അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം എന്താണ്, മണ്ണിൻ്റെ ടോപ്പ് ലെയർ റിമൂവ് ആയി പോകും. അല്ലെങ്കിൽ മണ്ണിനുണ്ടാകുന്ന എന്താണ് ചേഞ്ചസ്, അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, സോയിൽ ഇറോഷൻ ഉണ്ടാകുന്നത്. സോയിൽ ഇറോഷൻ ഈസ് എ നാച്ചുറൽ പ്രോസസ് വിച്ച് ഒക്കർ വെൻ ദർ ഈസ് ലോസ് ഓഫ് or removal of top layer of the soil due to rain, wind, deforestation or any other human activities. നമുക്ക് സോയിൽ ഇറോഷനെ രണ്ട് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ രണ്ട് കാറ്റഗറിയിൽ സോയിൽ ഇറോഷനെ പെടുത്തുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് വാട്ടർ ഇറോഷൻ എന്നും സെക്കൻഡ് വൺ നമുക്ക് വിൻഡ് ഇറോഷൻ എന്നും പറയാം. ഇറോഷൻ ബൈ വാട്ടർ. ഓക്കെ, വാട്ടർ കൊണ്ട് എങ്ങനെയാണ് സോയിൽ ഇറോഷൻ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഈ പോയിൻറ്റ്സ് മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. മാർക്ക് നോക്കിയിട്ട് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ 1-2 പോയിൻ്റ് അതിൻ്റെ കൂടെ എഴുതിയാൽ മതി. ഓക്കെ, പോയിൻ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ആൻഡ് റൺ ഓഫ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും മണ്ണ് അവിടെ നിന്ന് ഇളകിപ്പൊയ്ക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും ആ സ്ഥലത്ത് റൺ ഓഫ് കൂടുതലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് സോയിൽ ഇറോഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ ആൻഡ് ലാൻഡ്സ്കേപ്പ്. അതായത് ഒരു സർഫസിൽ റെയിൻഫോൾ ഈവൻലി ആണ് റെയിൻഫോൾ എങ്കിൽ, അതായത് ഒരുപോലെയാണ് റെയിൻഫോൾ ഒരു സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് ഇറോഡ് ചെയ്ത്, അതായത് സോയിൽ ഇറോഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് അവിടെ കുറവാണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സോയിൽ ഇറോഡബിലിറ്റി. Based on the characteristics of each unique soil, it is more or less susceptible to erosion. That is, small grain and open structure soil erode more than the large grain and closed structure soil. സ്മോൾ ഗ്രെയിനും ഓപ്പൺ സ്ട്രക്ചർ സോയിലാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇറോഡാവും. അതുപോലെ ലാർജ് ഗ്രെയിൻ സോയിലാണെങ്കിൽ എന്താണ്, അതിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ കാരണം അവിടെ ഇറോഡബിലിറ്റി കുറച്ച് കുറവായിരിക്കും. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്ലോപ്പാണ്. സ്ലോപ്പ് കൂടുന്തോറും ഇറോഷൻ കൂടിക്കൊണ്ടിരിക്കും. സ്ലോപ്പിൻ്റെ ഡിഗ്രി കൂടുന്തോറും ഇറോഷൻ കൂടിക്കൊണ്ടിരിക്കും. ഡിഗ്രി കൂടുമെന്ന് പറഞ്ഞാൽ സ്റ്റീപ്പർ സ്ലോപ്പ് ആകുന്തോറും എന്താണ്, ഇറോഷൻ അവിടെ കൂടിക്കൊണ്ടിരിക്കും. സ്റ്റീപ്പർ സ്ലോപ്പ് ആകുന്തോറും അവിടെ കൂടെ വാട്ടർ പെട്ടെന്ന് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് പെട്ടെന്ന് നടക്കും വാട്ടറിൻ്റെ. സോ അവിടെ എന്താണ്, ഇറോഷൻ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഗ്രൗണ്ട് സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് കവർ കൂടുതലുണ്ടെങ്കിൽ റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂടിയാലും എന്താണ്, അവിടെ സ്പ്ലാഷ് നടക്കില്ല. അതായത് റെയിൻ ഡ്രോപ്സിൻ്റെ ഇമ്പാക്റ്റും അതുപോലെ സ്പ്ലാഷും സോയിലിനെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ വെജിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് കാരണം മണ്ണിന് പിടിച്ചു നിൽക്കാൻ അവിടെ പറ്റും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷൻ. ഈസ് വൺ ഓഫ് ദ മേജർ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ സോയിൽ ഇറോഷൻ. മരമൊക്കെ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ടാണ് സോയിൽ ഇറോഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അല്ലേ. എന്താണ്, ഫോറസ്റ്റ് കവർ റിമൂവ് ചെയ്യുന്തോറും സോയിൽ ഇറോഷൻ്റെ ചാൻസ് അവിടെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ mismanaged utilization of soil resource. The soil erosion is enhanced by improper surface drainage, removal of forest litter, overgrazings, etc. Okay, അപ്പം mismanaged utilization of soil resourcesൻ്റെ mismanaged utilization കാരണം എന്തുണ്ടാകും, സോയിൽ ഇറോഷൻ ഉണ്ടാകും. സെക്കൻഡ് വൺ എന്താണ്, ഇറോഷൻ ബൈ വിൻഡ് കൊണ്ട് എങ്ങനെയാണ് ഇറോഷൻ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇറോഡബിലിറ്റി ഓഫ് സോയിൽ. അതായത് ഫൈനർ പാർട്ടിക്കിൾസ് എന്താണ്, വിൻഡിലൂടെ പെട്ടെന്ന് ട്രാൻസ്പോർട്ടായി പോകും. അതുപോലെ ഹെവി പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലോ അതവിടെ കിടക്കും, പെട്ടെന്ന്
വിൻഡിലൂടെ പറന്നു പോകാൻ ചാൻസ് ഇല്ല. അതാണ് ഇറോഡബിലിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സോയിൽ സർഫസ് റഫ്നെസ്. റഫായിട്ടുള്ള സർഫസ് ആണെങ്കിൽ അവിടെ ഈ വിൻഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഇറോഡബിലിറ്റി അവിടെ കുറവായിരിക്കും സോയിൽ സർഫസ് റഫാണെങ്കിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ്. Soil moisture level at the surface can become extremely low in time of drought and thus increase tendency of particle to be carried by the wind. Climate condition അനുസരിച്ച് സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ഇറോഷൻ്റെ ചാൻസ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ എന്താണ്, ഇറോഷൻ ചെയ്യാൻ പറ്റില്ല, അതായത് വിൻഡിന് ക്യാരി ചെയ്യാൻ പറ്റില്ല. അതുപോലെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറഞ്ഞു പോയാൽ എന്താണ്, വിൻഡിന് പെട്ടെന്ന് ക്യാരി ചെയ്യാൻ പറ്റും, അവിടെ ഇറോഷൻ നടക്കും. നെക്സ്റ്റ് വൺ, അൺഷെൽട്ടേർഡ് ഡിസ്റ്റൻസ്. അതായത് ലാക്ക് ഓഫ് വിൻഡ് ബ്രേക്സ് ഒക്കെ അലൗ ചെയ്യാതിരിക്കുമ്പോൾ എന്താണ്, പെട്ടെന്ന് വിൻഡ് സോയിലിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നെക്സ്റ്റ് വൺ, വെജിറ്റേറ്റീവ് കവർ. ലാക്ക് ഓഫ് പെർമനൻറ്റ് വെജിറ്റേഷൻ ക്രിയേറ്റ് ലൂസ്, ഡ്രൈ ആൻഡ് ബാരൻ സോയിൽ. വെജിറ്റേറ്റീവ് കവർ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, സോയിൽ ലൂസാവും, അതുപോലെ ഡ്രൈ ആൻഡ് ലൂസ് സോയിലിന് വിൻഡിന് പെട്ടെന്ന് ക്യാരി ചെയ്യാൻ പറ്റും. സോ അങ്ങനെ എന്തുണ്ടാവും, ഇറോഷൻ ഉണ്ടാവും. ഈ പോയിൻറ്റ്സ് എല്ലാം ഓർത്ത് വച്ചിരുന്നാൽ മതി. ഡിഫൈൻ ചെയ്യണമെങ്കിൽ മാത്രം ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. എഴുതുമ്പോൾ ഒരു ലൈൻ അല്ലെങ്കിൽ 2 ലൈൻ അതിൻ്റെ കൂടെ എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ സോയിൽ ഇറോഷൻ എന്താണെന്ന് പഠിച്ചു, സോയിൽ ഇറോഷൻ എങ്ങനെ ഉണ്ടാവും എന്നും പഠിച്ചു. ഇനി എങ്ങനെയാണ് സോയിൽ ഇറോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സോയിൽ ഇറോഷൻ. മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സോയിൽ ഇറോഷൻ ഫോൾ അണ്ടർ 2 കാറ്റഗറി. നമുക്ക് 2 കാറ്റഗറിയിൽ ഇതിൻ്റെ സോയിൽ ഇറോഷൻ കൺട്രോൾ മെത്തേഡ്സിനെ പെടുത്താം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഗ്രോണോമിക് പ്രാക്ടീസും സെക്കൻഡ് വണ്ണിനെ എൻജിനീയറിംഗ് പ്രാക്ടീസ് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അഗ്രോണോമിക് പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം. അഗ്രോണോമിക് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ടോപ്പ് സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഗ്രോണോമിക് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ക്രോപ്പ് കൾട്ടിവേഷൻ്റെ സ്പെഷ്യൽ മെത്തേഡ്സ് ഓഫ് ക്രോപ്പ് കൾട്ടിവേഷൻ യൂസ് ചെയ്തുകൊണ്ട് ടോപ്പ് സോയിലിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. അതായത് അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും, ക്രോപ്പ് റൊട്ടേഷനും അതുപോലെ സ്ട്രിപ്പ് ക്രോപ്പിങ്ങുമാണ് വരുന്നത്. ക്രോപ്പ് റൊട്ടേഷൻ നമുക്കറിയാമല്ലോ എന്താണ്, ഒരു ക്രോപ്പ് നട്ട് കഴിഞ്ഞ് അത് ആ ക്രോപ്പിൻ്റെ പീരീഡ് അത് വളർന്ന് ഫുൾ കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്രോപ്പ് നടും. അതായത് റൊട്ടേഷൻ അനുസരിച്ച് ക്രോപ്സ് ഇങ്ങനെ നമ്മൾ നട്ടുകൊണ്ടിരിക്കും. അതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ in which the cultivated crop and the cover crop are sown in alternate strips during the same period in the same field. സെയിം ഫീൽഡിൽ ഒരേ സമയം തന്നെ ഈ കൾട്ടിവേറ്റഡ് ക്രോപ്പ് ആയാലും കവർ ക്രോപ്പ് ആയാലും ഒരുമിച്ച് ഓരോ സ്ട്രിപ്പിലായിട്ട് നമ്മൾ നടും. അതിനെയാണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് സോയിൽ ഇറോഷൻ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ബാരൻ ലാൻഡായിട്ട് ഇട്ടിരുന്ന എന്താണ്, ഇറോഷൻ കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്ത് ക്രോപ്സ് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് എന്താണ്, എൻജിനീയറിംഗ് പ്രാക്ടീസാണ് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് എക്സ്കവേഷൻ ഓഫ് ഡിച്ചസ്. അതായത് നമ്മളെ ഫീൽഡിൽ, അതായത് ഗ്രൗണ്ടിൽ ഡിച്ചസ് എക്സ്കവേറ്റ് ചെയ്യും. എന്തിനാണ്, വെള്ളം വരുമ്പോൾ റൺ ഓഫിനെ വഴി തിരിച്ച് വിടാൻ വേണ്ടി ഡിച്ചസ് എക്സ്കവേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഒരു മെത്തേഡ്. ദീസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ചാനൽസ് എക്സ്കവേറ്റഡ് അറ്റ് സ്യൂട്ടബിൾ ലൊക്കേഷൻ ടു ഡൈവേർട്ട് എക്സസ് വാട്ടർ ഫ്രം അപ്രോച്ചിങ് ദി എഫക്റ്റഡ് ഏരിയ, എസ്പെഷ്യലി ഇൻ സ്റ്റീപ്പി സ്ലോപ്പിംഗ് റീജിയൻസ്. ഓക്കെ, സ്ലോപ്പി റീജിയൻസിലാണ് കൂടുതലും ഉണ്ടാക്കുന്നത് എന്താണ്, ഈ ചാനൽസ് ഉണ്ടാക്കുന്നത്. സോ ഈ ഡിച്ചസിനെ നമ്മൾ കോമൺലി മെയ്ഡ് ഫോർ കൺട്രോളിങ് 2 ടൈപ്സ്. ഓക്കെ, ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡൈവേർഷൻ ഡിച്ചസ് ആണ്. ഡൈവേർഷൻ ഡിച്ചസ് എന്ന് പറയുമ്പോൾ
which are excavated above the cultivated portion of a sloping area. സ്ലോപ്പിംഗ് ഏരിയയുടെ സ്ലോപ്പിംഗ് ഏരിയയുടെ മുകളിലായിരിക്കും ഇത് ചെയ്യുന്നത്, എന്താണ്, ഡൈവേർഷൻ ഡിച്ചസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഫീൽഡിൽ എത്താതെ ഡൈവേർട്ടായി പോകാൻ വേണ്ടിയാണ് ഡൈവേർഷൻ ഡിച്ച് അങ്ങനെ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇൻ്റർസെപ്ഷൻ ഡിച്ച് എന്ന് പറഞ്ഞാൽ ദീസ് ആർ മെയ്ഡ് അറ്റ് റെഗുലർ ആൻഡ് സ്യൂട്ടബിൾ ഇൻ്റർവെൽ അക്രോസ് ദി കൾട്ടിവേറ്റഡ് ഫീൽഡ്. റെഗുലർ ഇൻ്റർവെല്ലിലായിരിക്കും എന്തുണ്ടാക്കുന്നത്, ഇൻ്റർസെപ്ഷൻ ഡിച്ചസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ബൈ ഡ്രെയിനിങ് വാട്ടർ ഫ്രം സ്മോൾ സ്ട്രിപ്സ് ദീസ് ഡിച്ചസ് ഡു നോട്ട് അലൗ ദി ഫോർമേഷൻ ഓഫ് തിക്ക് ഷീറ്റ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ തിക്ക് ഷീറ്റ് ഓഫ് വാട്ടർ ഫോം ചെയ്യാൻ വേണ്ടി ഈ ഡിച്ചസ് സമ്മതിക്കില്ല. അതായത് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ്, ഇൻ്റർസെപ്ഷൻ ഡിച്ചസിൽ കൂടെ വാട്ടർ ഡൈവേർട്ടായിട്ട് അതങ്ങ് പോവും. ഓക്കെ, ഇതാണ് ഡൈവേർഷൻ ഡിച്ചിൻ്റെ ഫിഗറാണ്. ഇതുപോലെയായിരിക്കും ചാനൽസ് ഉണ്ടാക്കുന്നത് ഫീൽഡിൽ. അപ്പോൾ ഇതുവഴി എന്താണ്, വാട്ടർ ഡൈവേർട്ടായിട്ട് പൊയ്ക്കോളും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടെറസ് കൺസ്ട്രക്ഷൻ ആണ്. ടെറസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. These are constructed along suitable locations across the slope of hillside with essential function of collecting and conducting the runoff to an erosion-proof outlet. ഇത് സ്ലോപ്പി ഏരിയാസിൽ, അതായത് ഹില്ലി ഏരിയാസിലൊക്കെ ഓരോ തട്ടായിട്ട് നമ്മളിപ്പം ഹില്ലി ഏരിയാസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തട്ടായിട്ട്, അതായത് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കും. സ്റ്റെപ്പ് എന്ന് പറയാൻ അത്രയ്ക്ക് ചെറുതായിരിക്കില്ല, നല്ല ഓരോ ടെറസ് തമ്മിൽ, അതായത് ഓരോ ഈ സ്റ്റെപ്പ് പോലെ ഇരിക്കുന്ന ഇത് തമ്മിൽ പെർട്ടിക്കുലർ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് സ്പേസിങ് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. സ്പേസിങ് ഓഫ് ടെറസ് അലോങ് ദി സ്ലോപ്പ് റിക്വയർസ് കെയർഫുൾ കൺസിഡറേഷൻ. കെയർഫുള്ളായിട്ട് കൊടുത്താൽ സ്പേസിങ് കെയർഫുള്ളായിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഫസ്റ്റ് ടെറസ് ഈസ് ജനറലി ബിൽഡ് നിയർ ഇനഫ് ടു ദ അപ്പർ ലിമിറ്റ് ഓഫ് ദി സ്ലോപ്പ്. ഓക്കെ, this prevents the initiation of erosion. Terrace should always be uniformly graded as to prevent ponding of water on the one hand and development of erosional velocities on the other hand. Okay, terrace ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടെറസിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ആ സ്ലോപ്പ് കൂടെ മണ്ണ് എന്താണ് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചെക്ക് ഡാംസ് ആണ്. സ്മോൾ ചെക്ക് ഡാംസ് കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് വേരിയസ് മെറ്റീരിയൽസ് ലൈക്ക് സ്റ്റോൺസ്, ടിമ്പർ ആൻഡ് സ്റ്റീൽ എക്സെട്ര പ്രിവെൻറ്റ് ഗള്ളിങ്. നമ്മൾ ചെറിയ ചെക്ക് ഡാംസ് ഉണ്ടാക്കിയാൽ നമുക്ക് ഗള്ളിങ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റോൺ, ടിമ്പർ, സ്റ്റീൽ പോലുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്താണ് ചെക്ക് ഡാംസ് ഉണ്ടാക്കുന്നത്. ചെക്ക് ഡാംസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗള്ളിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. സോ സച്ച് ഡാംസ് സെർവ് ദി പേർപ്പസ് ഓഫ് റെഡ്യൂസിങ് ദി വെലോസിറ്റി ഓഫ് റൺ ഓഫിൻ്റെ വെലോസിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ചെക്ക് ഡാംസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് റൺ ഓഫ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് കോസ് ഡെപ്പോസിഷൻ ഓഫ് ദി മെറ്റീരിയൽ വിച്ച് മേ അൾട്ടിമേറ്റ്ലി സപ്പോർട്ട് വെജിറ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വെജിറ്റേഷൻ റീഎസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ പോസിറ്റീവ്ലി, അതായത് നമുക്ക് പോസിറ്റീവ്ലി ഗള്ളിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക്. ഓക്കെ, അതാണ് ചെക്ക് ഡാംസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ഡാംസ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺസ് അല്ലെങ്കിൽ ടിമ്പറൊക്കെ വെച്ചിട്ട് ചെക്ക് ഡാംസ് ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് സോയിൽ ഇറോഷൻ എന്നുള്ള പോർഷൻ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പണ്ട് മുതലേ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിരിക്കും, സ്വന്തമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു.